അജിയുടെ കുടുംബത്തിന് കെ.എസ്.ആർ.ടി.സി തൊഴിലാളികൾ നിർമ്മിച്ചു നൽകിയ വീടിൻ്റെ താക്കോൽ കൈമാറി. 2022 മെയ് മാസം 4-ാം തീയതി അകാലത്തിൽ പൊലിഞ്ഞുപോയ പീരുമേടിൻ്റെ പ്രശസ്തനായ ചിത്രകാരനും കലാകാരനും CPIM പീരുമേട് ബ്രാഞ്ച് അംഗവുമായിരുന്ന സഖാവ് അജി ആൽഫയുടെ കുടുംബത്തിന് കെ.എസ്.ആർ.ടി.സി എംപ്ലോയീസ് യൂണിയൻ നിർമ്മിച്ചു നൽകുന്ന സ്നേഹവീടിൻ്റെ താക്കോൽദാന കർമ്മമാണ് ഇന്ന് നടന്നത്. സമരസംഘടനയായ KSRTCU CITU സഖാവ് അഴീക്കോടൻ രാഘവൻ്റെ പേരിലുള്ള സ്പർശം സാന്ത്വനം പദ്ധതിയുടെ ഭാഗമായി ആനത്തലവട്ടം ആനന്ദൻ സ്മരണാർത്ഥം നിർമ്മിച്ചു നൽകുന്ന സ്നേഹവീടിൻ്റെ താക്കോൽദാനമാണ് ഇന്ന് നടത്തപ്പെട്ടത്. സ്പർശം സാന്ത്വനം പദ്ധതിയുടെ ഭാഗമായി KSRTC എംപ്ലോയീസ് യൂണിയൻ നിർമ്മിച്ചു നൽകുന്ന 4ാമത്തെ വീടാണ് ഇത്. അജി ആൽഫയുടെ കുടുംബത്തിനായി സംഘടന പീരുമേട്ടിൽ നിർമ്മിച്ച ഈ വീടിന് ഇപ്പോൾ 12 ലക്ഷം രൂപ ചെലവായിട്ടുള്ളതായും 3 ലക്ഷം രൂപയുടെ അധിക ചെലവ് കൂടി ഉണ്ടാകുമെന്നും അവ പൂർണ്ണമായും KSRTC എംപ്ലോയീസ് യൂണിയൻ വഹിക്കുമെന്നും ഭാരവാഹികൾ അറിയിച്ചു. പീരുമേട്ടിൽ നടന്ന പരിപാടിയിൽ CITU സംസ്ഥാന ജനറൽ സെക്രട്ടറി എളമരം കരീം അജി ആൽഫയുടെ ഭാര്യ ലിൻഡോ അജിക്ക് താക്കോൽ കൈമാറിയ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു. ട്രസ്റ്റിൻ്റെ പേരിലാണ് ഈ ജീവകാരുണ്യ പ്രവർത്തനം സംഘടിപ്പിച്ചത്. നമ്മുടെ തൊഴിലാളി സംഘടനകൾ ഇതുപോലെ മാതൃകാപരമായ ഒട്ടേറെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. നേരത്തെ പറഞ്ഞല്ലോ, ഈ പ്രളയം വന്നപ്പോൾ, പ്രകൃതിക്ഷോഭം ഉണ്ടായപ്പോൾ, വയനാട് ദുരന്തമുണ്ടായപ്പോൾ സർക്കാർ ആഹ്വാനം ചെയ്ത ദുരിതാശ്വാസ ഫണ്ട് സ്വരൂപിക്കുന്നതിന് മുന്നിൽ നിന്ന് പ്രവർത്തിച്ചവരാണ് കേരളത്തിലെ തൊഴിലാളികൾ, സർക്കാർ ജീവനക്കാരും തൊഴിലാളികളും. വലിയ തുകയാണ് സംഭരിച്ചു കൊടുത്തത്. തൊഴിലാളി പ്രസ്ഥാനം എന്ന് പറയുന്നത് തൊഴിലാളികളുടെ വ്യക്തിപരമായ കാര്യങ്ങൾ നോക്കാൻ മാത്രമല്ല, തൊഴിലാളി സംഘടന രൂപീകരിക്കുന്നത് തൊഴിലാളികളുടെ അവശതകൾ പരിഹരിക്കാൻ, അവരുടെ ആവശ്യങ്ങൾ മുന്നോട്ട് വയ്ക്കാൻ, ഇതിനൊക്കെ വേണ്ടിയാണ്. അതിൽ നിന്ന് പിന്മാറി യൂണിയന് പ്രവർത്തിക്കാൻ കഴിയില്ല. എന്നാൽ അതോടൊപ്പം പ്രയാസങ്ങൾ നേരിടുന്ന മറ്റ് ജനങ്ങളുടെ പ്രശ്നങ്ങൾ കൂടി തങ്ങളുടെ പ്രശ്നമാണ് എന്ന് കണക്കാക്കി അതിനെയും കൈകാര്യം ചെയ്യുന്ന പ്രവർത്തന രീതിയാണ് ട്രേഡ് യൂണിയനുകൾക്കുള്ളത്. നമ്മുടെ രാജ്യത്തെ തൊഴിലാളി സംഘടനകളെ കുറിച്ചൊക്കെ ഒട്ടേറെ ആക്ഷേപങ്ങൾ ചിലപ്പോൾ പറയാറുണ്ട്. അവർ സമരം ചെയ്യുന്നു, നാട്ടിൽ വികസനം വരുന്നതിന് തടസ്സം തൊഴിലാളികളുടെ സമരമാണ്, ആവശ്യമില്ലാത്ത സമരക്കാരാണ് എന്നെല്ലാമുള്ള ആക്ഷേപങ്ങൾ ചിലപ്പോൾ മലയാള മനോരമ പോലുള്ള പത്രങ്ങളും മാധ്യമങ്ങളും തൊഴിലാളി വിരുദ്ധന്മാരായ ചില ആളുകൾ പ്രചരിപ്പിക്കാറുണ്ട്. തൊഴിലാളികൾ അങ്ങനെ വികസനം മുടക്കുന്നവരോ അനാവശ്യമായി സമരം ചെയ്യുന്നവരല്ല. സമരം ചെയ്യാന്ന് പറഞ്ഞാൽ ഒരു ദിവസം ജോലി മുടങ്ങിയാൽ അവരുടെ വരുമാനം നഷ്ടപ്പെടും. KSRTC എംപ്ലോയീസ് യൂണിയൻ സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് CK ഹരികൃഷ്ണൻ അധ്യക്ഷനായിരുന്നു. KSRTCയെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ഹണി ബാലചന്ദ്രൻ, CITU ഇടുക്കി ജില്ലാ സെക്രട്ടറി KS മോഹനൻ, പ്രസിഡന്റ് R തിലകൻ, CR മുരളി, ഏരിയ സെക്രട്ടറി S സാബു, പീരുമേട് പഞ്ചായത്ത് പ്രസിഡന്റ് R ദിനേശൻ, VS പ്രസന്നൻ തുടങ്ങിയവർ യോഗത്തിൽ സംസാരിച്ചു. ഭവന നിർമ്മാണ കമ്മിറ്റിയുടെ രക്ഷാധികാരിയായി CITU ഇടുക്കി ജില്ലാ പ്രസിഡന്റ് R തിലകനും ചെയർമാനായി പീരുമേട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് R ദിനേശനും കൺവീനറായി പൊതുപ്രവർത്തകനും അജി ആൽഫയുടെ സന്തത സഹചാരിയുമായിരുന്ന VS പ്രസന്നനും അടങ്ങുന്ന കമ്മിറ്റിയാണ് ഭവന നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയത്. സമയബന്ധിതമായി ഭവന നിർമ്മാണം പൂർത്തിയാക്കാൻ കഴിഞ്ഞുവെന്നും അവർ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, പീരുമേട്.